ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും പഠിപ്പുര കല്ലൂസ് ചാനലിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഇന്ന് വിഷുവാണ്. അപ്പോൾ അതിന് എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും വിഷാശംസകൾ എല്ലാവർക്കും. അപ്പം ഞാനിന്ന് വന്നിരിക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ മണി പ്ലാന്റ് ഉണ്ടല്ലോ, അത് പൂത്ത് നിൽക്കുന്നത് നിങ്ങളെ ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ വന്നിരിക്കുന്നത്. മണി പ്ലാന്റിൻ്റെ ഒരു മദർ പ്ലാന്റ് നേരത്തെ ഉണ്ടായിരുന്നു. അത് മണ്ണെടുത്തിട്ടപ്പോൾ അത് മണ്ണിനടിയിലായിപ്പോയി. അതിൻ്റെ ഒരു ചെറിയ എത്ത് എനിക്ക് കിട്ടി. ആ എത്ത് ഇപ്പോൾ ഒരു വർഷത്തോളമായി വെള്ളമൊക്കെ ഒഴിച്ച് കിളിപ്പിച്ച് അവൻ വലുതായപ്പോഴിപ്പം പൂവൊക്കെ ഇട്ട് നിൽക്കുന്നു. അപ്പം ആദ്യമായിട്ടാണ് ഞങ്ങളിങ്ങനെ പൂവിട്ട് നിൽക്കുന്നത് കാണുന്നത്. അപ്പം ആരെങ്കിലുമൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും, ആരെയൊക്കെ വീട്ടിൽ കാണുകയും ഇങ്ങനെ ഇത്തരത്തിലുള്ള മണി പ്ലാന്റ് കാണും. അപ്പോൾ പൂവിട്ട് നിൽക്കുന്നതൊക്കെ ചിലവർക്കൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും. പക്ഷേ നമ്മുടെ മുറ്റത്ത് ആദ്യമായിട്ടാണ് ഇങ്ങനെ പൂവിട്ട് നിൽക്കുന്നത്. അപ്പോൾ കണ്ടിട്ടില്ലാത്തവർക്ക് വേണ്ടിയിട്ട് ഞാനൊന്ന് കാണിച്ചു തരാമേ. ലെറ്റ്സ് ഗോ. ഇതാണ് പ്ലാന്റ്, ചെറിയ പ്ലാന്റ്, ഒരു വർഷമായതേ ഉള്ളൂ. ഇതാണ് പൂ. കണ്ടോ, ഇന്നലെ നല്ല വലിപ്പത്തിലായിരുന്നു, പക്ഷേ ഇന്ന് ചെറുതായിട്ട് ഒന്ന് മടങ്ങി നിൽക്കുന്ന ടൈപ്പിലായിപ്പോയി. ഇത് വിഷുവിൻ്റെ അന്ന് എടുത്ത വീഡിയോയാണ്, ഇടാൻ താമസിച്ചു പോയി. അപ്പോൾ ഇപ്പോഴാണ് ഇത് അപ്ലോഡ് ചെയ്യുന്നത്. എവിടെയെങ്കിലും മുറ്റത്ത് പൂവിട്ട് നിൽക്കുന്ന മണി പ്ലാന്റ് ഉണ്ടെങ്കിൽ ഒന്ന് പറയണേ. നമ്മുടെ മുറ്റത്ത് ഇത് ആദ്യമായിട്ടാണ്. അതുപോലെ എനിക്ക് ചെറിയ ചെറിയ ചെടി കളക്ഷൻസ് ഉണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ചെടികളെ. ചെറിയ ചെറിയ കളക്ഷൻസ് ഉണ്ട് ചെടിയുടെ. അപ്പോൾ നമുക്ക് ആ കളക്ഷൻസ് കൂടെ ഒന്ന് കാണാം. ഞാൻ വലിയ ചെടിത്തോപ്പൊന്നുമല്ല, ചെറിയ രീതിയിൽ നമുക്ക് മനസ്സിന് സന്തോഷം തരുന്ന രീതിയിലുള്ള ചെറിയ ചെറിയ ചെടി കളക്ഷൻസ്. ഇത് ചെടികളെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടിയിട്ട് ഞാനിത് വീഡിയോസ് ഡെഡിക്കേറ്റ് ചെയ്യുന്നു. ഓക്കെ, നമുക്കതൊന്ന് കാണാം. ഇതാണ് ഒന്നാമത്തെ ടൈപ്പ് എന്ന് പറയുന്നത്. ഇത് ഭയങ്കര തിക്കായിട്ട് നിൽക്കും. പക്ഷേ ഇതിൻ്റെ ഇടയ്ക്കൊക്കെ ചിലപ്പോൾ പറയാൻ പറ്റത്തില്ല. തിക്കായിട്ട് നിൽക്കുമ്പോൾ ഇതിൻ്റെ ഇടയ്ക്കൊക്കെ വല്ല പാമ്പൊക്കെ കയറിയിരിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ സൂക്ഷിക്കുക. പക്ഷെ കാണാൻ നല്ല ഭംഗിയാണ്. രണ്ടാമത്തെ ഇങ്ങനെ ഓടിച്ചിട്ടത്. പിന്നീട് ചെടികളെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി ഉള്ളൊരു കുഞ്ഞു വെളിയാണ്. ഇതിനാണ് ഒളിച്ചിരിക്കുന്നത്. കണ്ടോ, ഇതില്ല, നല്ല ബുഷായിട്ട് ഇങ്ങനെ വരും ചട്ടിക്കകത്ത് വെട്ടിവിടുന്നതിന്. ഇതൊക്കെ കിളിച്ച് വരുന്നതേ ഉള്ളൂ, നട്ടതേ ഉള്ളൂ. ഞാൻ ഇതിനകത്ത് ഇട്ടേക്കുന്ന നോക്കിക്കേ, സവാളയുടെ തൊലിയൊന്നും കളയത്തില്ല. തൊലിയൊക്കെ ഞാൻ എപ്പോൾ എടുത്താലും ചട്ടിക്കകത്തിലിടും. മുട്ടത്തോട് പൊടിച്ചിടും. മുട്ടത്തോടും സവാളയുടെ തൊലിയൊന്നും കളയത്തില്ല. ഇതൊക്കെ കിളിച്ച് വരുന്നതേ ഉള്ളൂ. കിളിച്ച് വരുന്നതേ ഉള്ളൂ. ഇവിടെ ഒരാൾ പൂവിട്ട് നിൽക്കുന്നത്. കുറച്ച് ദിവസമായി ഇയാൾ പൂവിട്ട് ഇങ്ങനെ നിൽക്കാൻ തുടങ്ങിയിട്ട്. ഇതിപ്പോൾ കുറച്ച് ദിവസം അതിൻ്റെ ഒരു കൃഷിയിടം പോലെ കണ്ടുണ്ട്. ഇതാണ് എവർഗ്രീൻ എന്ന് പറയും. നേരത്തെ കല്യാണ വണ്ടികളിലൊക്കെ ചെറുക്കനും പെണ്ണുമൊക്കെ പോകുന്ന കല്യാണ വണ്ടികളിൽ അലങ്കരിക്കും. ഇതിൻ്റെ ഈ ഇല വെച്ച് കുത്തി വെച്ച് കല്യാണ വണ്ടിയൊക്കെ അലങ്കരിക്കുന്ന എവർഗ്രീൻ ചെടിയത്. നേരത്തെ ഭയങ്കര ഒരു ട്രെൻഡ് പിടിച്ച ഒരു ചെടിയായിരുന്നു. ഇനി അടുത്തത് ഹാങ്ങിങ് പ്ലാന്റാണ്. ഇത് കുരങ്ങൻപാല്. കണ്ടോ, ഇതിന് ഞങ്ങൾ കുരങ്ങൻപാലെന്ന് പറയും. ഇത് കുരങ്ങൻപാലിൻ്റെ ചെറിയ ടൈപ്പാണ്, തൂക്കിയിടുന്ന ടൈപ്പ്. ഇവരല്ലാതെ നിലത്തിറക്കി നടന്നുകൊണ്ട് അതിന് ഭയങ്കര നീളമാണ്. കുരങ്ങൻ്റെ വാല് പോലെ നീളം. ഇത് കാണാൻ പറ്റുമോന്ന് തോന്നുന്നില്ല. ഇത് പെട്ടെന്ന് പിന്നെ കണ്ടോ, ഇത് ഹാങ്ങിങ് പ്ലാന്റ്, നല്ല ഭംഗി. ഇത് വേറെ ടൈപ്പ് ചെടി കണ്ടോ, പൂവൊക്കെ ഇട്ട് നിൽക്കുന്നുണ്ടോ. ചെടികളെ ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടി ഉള്ളൊരു വീഡിയോസ് ഇത്. എല്ലാവർക്കും ഒന്നും ചിലപ്പോൾ ഇവർ പറയും, ഓ ഇതാണോ ചെടി എന്ന് പറയും. പക്ഷേ ചെടികൾ ഇഷ്ടമുള്ള ആൾക്കാരുണ്ടല്ലോ, എനിക്കിഷ്ടമാണ് ചെടി. പക്ഷെ നമ്മൾ ചെടികളൊക്കെ കളക്ട് ചെയ്യുന്നതേ ഉള്ളൂ, പിടിപ്പിക്കുന്നതേ ഉള്ളൂ. ഇതുണ്ട്, ഇതിൽ ഓക്കെ ഉണ്ട്.
നല്ല ബുഷായിട്ടിരിക്കുന്നത്. ഇതൊക്കെയാണ് എൻ്റെ ചെടി കളക്ഷൻസ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ചെടികളെ ഇഷ്ടപ്പെടുന്ന ഇവർക്ക് വേണ്ടിയാണ് ഞാൻ ഡെഡിക്കേറ്റ് ചെയ്യുന്നത്. അപ്പം എല്ലാവർക്കും വീണ്ടും ഒരു വീഡിയോയുമായി കാണുന്നത് വരെ ടാറ്റാ, ഓക്കെ, ബൈ ബൈ.